നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ കുഞ്ഞിനെ എനിക്ക് വേണം. ആ കുഞ്ഞില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലടാ. റിലാക്സ്. ഓക്കേ 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 എനിക്ക് മനസ്സിലാവും. നീ സമാധാനപ്പെട. എന്നാലും അവളെ ഇതുവഴിക്ക് പോയി ആ മൈഥിലി. എന്തായാലും പറയാതിരിക്കാൻ പറ്റില്ല. ഇവളുടെ ഈ സൗന്ദര്യം ഒരു തരം യക്ഷി സൗന്ദര്യം തന്നെയാണ്. അയ്യോ, എന്നെ കൊല്ലരുത് വൈശാഖേ. പതുക്കെ സംസാരിച്ചാൽ മതി. ഇവിടെ നിന്റെ ശബ്ദം ഉയരാൻ പാടില്ല. അഥവാ ശബ്ദം ഉയർത്തിയ ഇങ്ങനെ കഴുത്ത് ഞെക്കിപ്പിടിക്കും. ഒച്ച പുറത്തേക്ക് കേൾപ്പിക്കാതെ നിന്നെ ഞാൻ ഒച്ചയ്ക്ക് കൊല്ലും. മനസ്സിലായോടി? അയ്യോ വൈശാഖേ, പ്ലീസ്. മിണ്ടരുന്നല്ലടി പറഞ്ഞത്. വൈശാഖേ, വൈശാഖേ പ്ലീസ്, എന്നൊന്നും ചെയ്യല്ലേ. നിനക്ക് കാർത്തികമായിട്ട് ഡിവോഴ്സ് വേണ്ട അല്ലേ? വേണം, ഡിവോഴ്സ് വേണം. പക്ഷെ ഡിവോഴ്സ് കിട്ടിയ ആ നിമിഷം അവരെന്നെ ചെമ്പകമംഗലത്തിൽ നിന്ന് അടിച്ച് പുറത്താക്കും. പിന്നെ നമ്മുടെ പ്ലാനുകളൊന്നും വർക്കൗട്ട് ആവില്ലടാ. ഉടവാളും കിട്ടില്ല, കുഞ്ഞിനെ എടുക്കാൻ പറ്റില്ല. പ്ലീസ്, ഞാൻ നിന്നെ പറ്റിച്ചിട്ടില്ലടാ. നീ അവനെ വഞ്ചിച്ചിട്ടല്ലേ എന്റെ കൂടെ ഒളിച്ചോടിയത്? പിന്നെ എന്നെ വഞ്ചിക്കാനാണോ നിനക്ക് പ്രയാസം? വൈശാഖേ പ്ലീസ്. നീ വില്യം ഷേക്സ്പിയറുടെ വിഖ്യാത നാടകം ഒതല്ലോ വായിച്ചിട്ടുണ്ടോ? ഇല്ല. പഠിക്കാനുണ്ടായിരുന്നല്ലോ കോളേജില്. ആ നാടകത്തിൽ പ്രഭാൻഷോ ഡെസ്റ്റിമോനെ കുറിച്ച് ഒതല്ലോട് പറയുന്നൊരു വാചകം, ഇവൾ ഉറക്കത്തിൽ എന്നെ വഞ്ചിച്ചവള, നിന്നെയും വഞ്ചിച്ചിരിക്കും. വൈശാഖേ, വൈശാഖേ, കൊല്ലാനാണ് ഉദ്ദേശിച്ചിരുന്നെങ്കിലും നിന്നോടുള്ള പ്രണയം എന്നെ അതിനനുവദിക്കുന്നില്ല. വൈശാഖേ വേണ്ട. കാർത്തികമായിട്ടുള്ള ഡിവോഴ്സ് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങളൊക്കെ എങ്ങനെ നടക്കും മൈഥിലി? എനിക്ക് ആ കുഞ്ഞിനെ വേണം വൈശാഖേ.
മീനാക്ഷിയുടെ തകർച്ച കാണണമെങ്കിൽ എനിക്ക് ആ കുഞ്ഞിനെ കിട്ടിയേ പറ്റൂ. അല്ലെങ്കിലും അതെന്റെ കുഞ്ഞല്ലേടാ. നിനക്ക് കുഞ്ഞിനെ വേണോ അല്ലേ? വേണം. എന്റെ കുഞ്ഞിനെ എനിക്ക് വേണം. ആ കുഞ്ഞില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലടാ. റിലാക്സ്. ഓക്കെ 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 എനിക്ക് മനസ്സിലാവും. നീ സമാധാനപ്പെട്. എല്ലാത്തിനും ഒരു പോംവഴി ഉണ്ടാകും. അതിന്റെ ആദ്യ വഴി ഇപ്പോ ചെമ്പകമംഗലത്ത് പിടിച്ച് കുലുക്കിയിട്ടുണ്ടാവും. മീനാക്ഷി, എന്താ കാർത്തേട്ടാ? എനിക്ക് ചില പുതിയ ആലോചനകൾ. പെട്ടെന്നുണ്ടായ ആലോചനകളാ. എന്താ കാക്കി അഴിച്ചു വെച്ച് കഥകൾ വല്ലതും എഴുതാൻ പ്ലാൻ ഉണ്ടോ? കഥകൾ വായിക്കാനുള്ള സമയമില്ല, പിന്നെയാണ് ഞാൻ എഴുതാൻ പോകുന്നത്. പിന്നെ എന്താ ആലോചിച്ചെന്ന് പറയൂ. അതായത് ഞാൻ നിന്നെ കല്യാണം കഴിച്ചിട്ട് സമാധാനത്തോടെ ഒന്ന് ജീവിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അത് ശരിയാ. എന്നും പ്രശ്നങ്ങളായിരുന്നു, എന്നും പ്രശ്നങ്ങൾ. ഇനിയും പ്രശ്നങ്ങൾ വന്നേക്കാം. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. എന്ത് കാര്യം? നമുക്ക് ഒരു ഹണിമൂൺ ട്രിപ്പ് അങ്ങ് പ്ലാൻ ചെയ്യാം. ഹണിമൂൺ ട്രിപ്പോ? അതെ. എവിടേക്ക്? ആ മാമലക്കാവി പോയിന്റ് കേട് ഇതുവരെ തീർന്നിട്ടില്ല. അത് ആ മൈഥിലി എന്ന ഫ്രോഡ് കൂടെ ഉണ്ടായിരുന്നുണ്ടല്ലേ. ഈ ട്രിപ്പില് നമ്മൾ മാത്രമേ ഉള്ളൂ. കാട്ടെ, എവിടേക്കാ പോകുന്നേ? നമുക്ക് ഇന്ത്യക്ക് വെളിയിൽ പോവാം. അത് ഞാൻ പ്ലാൻ ചെയ്തോളാം. ഞാൻ റെഡി. ദേ ACP കാണുന്നിട്ട് ഇങ്ങോട്ട് പോലീസുകാര് വരുന്നു. സർ, എന്താ എന്നെ തിരക്കി ഇങ്ങോട്ട് വന്നത്? ഒരു കാര്യമുണ്ട് സർ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.